വില്യാപ്പള്ളിയിൽ RJD പ്രവർത്തകനെ വെട്ടിയ പ്രതിയെ പിടികൂടി. തൊട്ടിൽപ്പാലത്ത് നിന്നാണ് പ്രതി ശ്യാംലാലിനെ പിടികൂടിയത്. ഇന്നലെയാണ് RJD പ്രവർത്തകൻ MTK സുരേഷിന് വെട്ടേറ്റത്. ഇന്ത്യാസ് കരീം ചേരുന്നുണ്ട്. ഇന്ത്യാസ്, ഈ അക്രമ സംഭവമായുള്ള വിവരങ്ങൾ എന്താണ്? അതിനൊപ്പം തന്നെ ഈ അക്രമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്താണ്? പോലീസിന്റെ ഭാഗത്തുള്ള പ്രതികരണം എന്താണ്? രതീഷ്, അല്പസമയം മുൻപാണ് ഈ RJD പ്രവർത്തകനെ വില്യാപ്പള്ളി ടൗണിൽ വെച്ച് വെട്ടിയ സംഭവത്തിൽ പ്രതിയായിട്ടുള്ള ശ്യാംലാൽ പിടിയിലാവുന്നത്. ഇന്നലെ തന്നെ ഈ RJD പ്രവർത്തകനെ വെട്ടേറ്റപ്പോൾ തന്നെ പ്രതി ശ്യാംലാലാണ്, ലാലു എന്ന ശ്യാംലാലാണ് എന്ന രീതിയിൽ ഇന്നലെ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ആ രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ശ്യാംലാല് ബാംഗ്ലൂരിലേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പോലീസ് ഇയാളുടെ മൊബൈൽ ഫോൺ അടക്കം ട്രാക്ക് ചെയ്താണ് ഇദ്ദേഹത്തെ ഈ ശ്യാംലാലിലേക്ക് എത്തിയത്. തൊട്ടിൽപ്പാലം കരിങ്ങാട് വെച്ച് ശ്യാംലാലിനെ പിടികൂടുകയും ചെയ്തു. ഇതിൽ പറയുന്നത് ഈ വെട്ടേറ്റയാളും അതുപോലെ തന്നെ ഈ ശ്യാംലാലും തമ്മിൽ നേരത്തെ ചില വാക്കുതർക്കങ്ങളും മറ്റു പ്രശ്നങ്ങളും ഒക്കെ മുൻപുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ പ്രശ്നത്തിന്റെ പിന്നാലെ അതിലെ മുൻവൈരാഗ്യം വെച്ചാണ് ഇങ്ങനെ ഒരു സംഭവം ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടി വാളുകൊണ്ട് വെട്ടേൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. ഇന്നലെ തന്നെ തൊട്ടിൽപ്പാലം പോലീസ് അടക്കം ഈ പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു. ഇന്ന് എന്തായാലും പ്രതിയെ പിടികൂടിയിരിക്കുന്നു. ഈ അക്രമത്തിന് പിന്നിൽ വേറെന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്ന കാര്യത്തിലൊക്കെ പോലീസ് ഒരു വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയിക്കാമെന്നുമാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. രതീഷ്, ശരി. വടകരയ്ക്ക് സമീപത്ത് വില്യാപ്പള്ളിയിൽ RJD പ്രവർത്തകനെ വെട്ടിയ പ്രതിയാണ് കോഴിക്കോട് തൊട്ടിൽപ്പാലത്ത് നിന്ന് പിടികൂടിയത്.